ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷെമി. നമുക്കിന്നൊരു അടിപൊളി മുട്ട പൊരിച്ചത് ഉണ്ടാക്കിയാലോ? സാധാരണ മുട്ട പൊരിക്കുന്ന പോലെയല്ല കേട്ടോ, അത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. ഈ ക്രഞ്ചിയായ എഗ് ഫിംഗേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 8 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് പൊട്ടിച്ചെടുക്കാം. നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ അത്. പിന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതാണ് ഇപ്പോൾ ഈ സ്നാക്കിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇതിപ്പോ ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ആവിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലൊന്ന് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നതിന് വേണ്ടിയാണ് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട മിക്സ് ചേർത്ത് കൊടുക്കാം. ഒരു കടായിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട മിക്സിന്റെ പാത്രം വെച്ചു കൊടുക്കാം. എന്നിട്ട് ആദ്യം മുട്ട മിക്സിന്റെ പാത്രം അടച്ചു വെച്ചു കൊടുക്കാം. അതിനുശേഷം കടായിയുടെ അടപ്പും വെച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കുക്കായിട്ടുണ്ടോന്ന്. അപ്പൊ ഒരു നൈഫൊക്കെ വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി. കുക്കായിട്ടുണ്ട്. ഇപ്പൊ ഇതിന്മേൽ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റിയേക്കാം. തണുത്തതിന് ശേഷം എടുക്കാൻ കേട്ടോ നല്ലത്. അപ്പൊ ഇതിന്റെ അരികൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. പിന്നെ ഇപ്പൊ നല്ല ഷേപ്പിൽ കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷമൊക്കെയാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ഷേപ്പിലാക്കി കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു സ്റ്റിക്ക് രൂപത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റിക്കായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഇനി ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 2 മുട്ട കൂടി നമ്മൾ പൊട്ടിച്ചെടുക്കണം. അപ്പൊ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കാം. പിന്നെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിൽ നിന്ന് ഓരോ പീസ് എടുത്ത് ഈ ഫ്ലോറിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ആദ്യം എല്ലാ പീസും നമുക്ക് ഫ്ലോറിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം മുട്ട മിക്സിൽ മുക്കിയാൽ മതി. അപ്പൊ ഇത്രയൊന്നും പൊടി വേണമെന്നില്ല. ചിലപ്പോൾ ഇത് ബാലൻസ് ആയിട്ട് വരും. അപ്പൊ അത് കണ്ട് നിങ്ങൾ എടുത്താൽ മതി. ഇപ്പൊ ഞാൻ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്ലോറില്. അപ്പൊ ഇനി എല്ലാം നമുക്ക് മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുക്കാം. എല്ലാം ഇതുപോലെ തന്നെ മുട്ടയുടെ മിക്സിൽ മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ സ്റ്റേജ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് കിട്ടും. അപ്പൊ ഞാൻ എല്ലാം ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇതിപ്പോ ഒരു വശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ 2 വശവും ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി എഗ് ഫിംഗേഴ്സ് ആണ് ഇത്. ക്രഞ്ചി ആയ എഗ് ഫിംഗേഴ്സ് ആണ്. അപ്പൊ എല്ലാവരും ഈ നോമ്പിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. ഈ നോമ്പിന് മാത്രമല്ല, നമുക്ക് കുട്ടികൾക്ക് വൈകുന്നേരം 4 മണിക്ക് ചായക്ക് കടിയായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പൊ നമുക്കിനി ഇത് ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രഞ്ചി ആയ എഗ് ഫിംഗേഴ്സ് ആണിത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ നമ്മുടെ വീഡിയോസിനെ കുറിച്ച് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്